ഇസ്രായേലിന്റെ ബോംബുകളും മിസൈലുകളുമാണ് എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ് എന്താ പിന്നെ ഈ രൂപത്തില് നിങ്ങളെ കാത്തുകൊണ്ടിരിക്കുന്ന സമയം വരും. അതല്ലേ ഇത് ഫലസ്തീനിന്റെ അവസ്ഥയിലേക്ക് എന്തിനാ നോക്കുന്നത്? നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥ എന്താ? പരിശുദ്ധമായ റമദാനിൽ തന്ത്രപരമായി ശത്രുക്കളെ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി, ആട്ടിപ്പുറത്താക്കാൻ വേണ്ടി, നമ്മുടെ വായടക്കാൻ വേണ്ടി, ഒരു പ്രതിഷേധം പോലും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശുദ്ധമായ റമദാനിൽ മുസ്ലിമീങ്ങളൊക്കെ നോമ്പ് നോറ്റിട്ട് ക്ഷീണിച്ചവരായിരിക്കും. അവർ ആരാധനയിലും മറ്റും ഒഴുകിയ സമയമായിരിക്കും. ഈ വെയിലിന്റെ ചൂടത്തിന് അവർ ഉണ്ടാക്കുകയില്ല, പ്രതിഷേധത്തിന് മുതിരുകയില്ല എന്ന് കൂട്ടിക്കണ്ടുകൊണ്ട് പരിശുദ്ധ റമദാനിന്റെ 1-2 ദിവസം മുമ്പ് CAA അല്ലെങ്കിൽ NRC തുടങ്ങിയ നിയമങ്ങൾ, കരിനിയമങ്ങൾ പാസാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? നിങ്ങൾ പ്രാർത്ഥനയില്ലെങ്കിൽ അല്ലാഹു നിങ്ങൾക്കൊരു പരിഗണനയും കൽപ്പിക്കുകയില്ല. നിങ്ങൾക്ക് എന്ത് വന്നാലും അല്ലാഹു പരിഗണിക്കുകയില്ല. ചെയ്യേണ്ടത് പ്രാർത്ഥന മാത്രമാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമുണ്ട്. ആ സമയം നാം കണക്കിലെടുക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സമയമാണ് അത്താഴ സമയത്തുള്ള പ്രാർത്ഥന, തഹജ്ജുദ് നിസ്കാരം. അത് നമുക്കുള്ളതാണ്, ഈ ഉമ്മത്തിന് ഉള്ളതാണ്. നാം മറ്റാരും ചെയ്യേണ്ടതല്ല. തഹജ്ജുദ് നിസ്കാരം ഈ അത്താഴത്തിന് എഴുന്നേൽക്കുന്നവരാണല്ലോ നാം. ആ സമയത്ത് ഒരു 2 റക്അത്ത് അല്ലെങ്കിൽ ഒരു 4 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കാരം നാം നിസ്കരിക്കണം. 2 റക്അത്ത് തഹജ്ജുദ് നിസ്കാരം അത് സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് എന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. അതൊരു എന്താണ് നിധി എന്ന് പറഞ്ഞാൽ സ്വർണ്ണ കട്ടിയ 2 റക്അത്ത് നിസ്കാരം സ്വർണത്തിന്റെ കട്ടിയ. 1 പവൻ സ്വർണത്തിന്റെ വില നമുക്കറിയാമല്ലോ. എങ്കിൽ സ്വർഗത്തിൽ ലഭിക്കുന്ന നിധികളാണ്, സ്വർണ്ണ കട്ടികളാണ് എങ്കിൽ ആ നിധികൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക എന്നാണ് വിധങ്ങൾ പറഞ്ഞത്. എന്നിട്ട് ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമുണ്ട്. അത് കൊല്ലത്തൊരു പ്രാവശ്യം മാത്രമല്ല. എന്തായാലും കൊല്ലത്തിലൊരു പ്രാവശ്യം നബിതങ്ങൾ ജനിച്ചതായ ഒരു സമയമുണ്ട്. അത് സുബഹിയോടടുത്ത സമയത്താണ് നബിതങ്ങൾ ജനിച്ചത് എന്ന് നമുക്കറിയാം. ആ സമയത്ത് ഉത്തരം കിട്ടുന്ന സമയമുണ്ട്. അത് കൊല്ലത്തിലൊരു പ്രാവശ്യം റബീഉൽ അവ്വൽ 12 രാത്രി മാത്രമല്ല, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം തിങ്കളാഴ്ച മാത്രമല്ല. അത് എല്ലാ ദിവസവും ഉണ്ട് എന്ന ആ ദിവസത്തെ നാം ഉപയോഗിക്കണം. എന്നിട്ട് റമദാൻ കഴിഞ്ഞ് റമദാൻ ഒരു പ്രശ്നമില്ലായിരിക്കും. തഹജ്ജുദ് നിസ്കരിക്കാം. റമദാൻ കഴിഞ്ഞാലും അത് തുടർന്ന് കൊണ്ടുപോകണം. എന്താ റമദാൻ കഴിയുമ്പോ നമുക്കൊരു മാറ്റം വേണം. ഹജ്ജിന് ഒരാൾ പോയാൽ ഹജ്ജ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നതിന് ശേഷം അയാൾ ജീവിതത്തിലൊരു മാറ്റം കാണണം, അയാളുടെ കർമ്മത്തിൽ മാറ്റം കാണണം, അയാളുടെ സ്വഭാവത്തിൽ മാറ്റം കാണണം, കുടുംബത്തോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം കാണണം. എന്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്? തങ്ങൾക്ക് 9 ഭാര്യമാരുണ്ടായിരുന്നു. മറ്റൊരു അഭിപ്രായത്തിൽ 11 ഭാര്യമാരുണ്ടായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് സഹാബത്ത് ചോദിച്ചു, നബി തങ്ങളുടെ വീട്ടിൽ എന്താണ് ചെയ്തിരുന്നത്? തങ്ങൾക്ക് സേവനം ചെയ്യാൻ 9 ഭാര്യമാർ ക്യൂ നിൽക്കുമായിരുന്നു. എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ തയ്യാറുണ്ട്. പക്ഷേ നബി തങ്ങൾ അതിനൊന്നും കാത്തു നിൽക്കാതെ നബി തങ്ങൾ വീട്ടിൽ ഭാര്യമാരോട് കൂടെ അവരുടെ പ്രവൃത്തിയിൽ, അവരുടെ ജോലിയിൽ സഹായം ചെയ്തു കൊടുക്കുമായിരുന്നു. അതാണ് ആയിഷ ബീവി പറഞ്ഞത്, ഞങ്ങളോടൊപ്പം പാത്രം കഴുകാനും വീടടിക്കാനും ഞങ്ങളോടൊപ്പം ജോലിയിൽ നബി തങ്ങൾ ഏർപ്പെടും. ഇതാണ് നബി തങ്ങളുടെ സ്വഭാവം. ആ നബി തങ്ങളോ അങ്ങനെ എന്താക്കണം? നമ്മുടെ പിന്നെ അയാൾ ജീവിതത്തിൽ മാറ്റം വന്ന് കണ്ടാൽ അയാളുടെ ഹജ്ജ് സ്വീകരിച്ചിട്ടുണ്ട് എന്നതിന് തെളിവാ. എന്നതുപോലെ റമദാൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണം. എങ്കിലും റമദാൻ നമ്മിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട് എന്നതിന് തെളിവാ. അതിൽ പ്രധാനപ്പെട്ടതാണ് തഹജ്ജുദ് നിസ്കാരം. പതിവാക്കി ഒഴിവാക്കണ്ട. പതിവാക്കി നമ്മുടെ ആശ്രയത്ത് പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും, നമ്മുടെ ജീവിതത്തിന് വേണ്ടിയും, നമ്മുടെ സമ്പത്തിന് വേണ്ടിയും, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയും മാത്രമല്ല, മറിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഞങ്ങൾ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ അർഹം ഉമ്മത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മത്ത് മുഹമ്മദിന്, മുസ്ലിം ലോകത്തിന്, മുസ്ലിം സമുദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മുസ്ലിം സമുദായത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. ദീർഘിപ്പിക്കുന്നില്ല. ഒറ്റ ഹദീസ് അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അബൂദർ
സ്വീകരിക്കുമല്ലോ. ചങ്ങാതി പറഞ്ഞതിനേക്കാളും അപ്പുറം മറ്റാരും പറയാൻ നമ്മൾ ആർക്കും അത് പറയേണ്ടതില്ല. ഉമ്മ പറഞ്ഞാൽ വേറെ, ഉപ്പ പറഞ്ഞാൽ പ്രശ്നമല്ല, അത് പിന്നീട് നോക്കാം. ചങ്ങാതി എപ്പോ വിളിച്ചാൽ അപ്പൊ പോയിക്കോളും. ചങ്ങാതി എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കും. എങ്കിൽ എന്റെ ചങ്ങാതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 7 കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് പ്രധാനമായിട്ട് 7 കാര്യം പലതും പറഞ്ഞ കൂട്ടത്തില് അത് ഒന്നെന്താണ്? ഒന്ന് പാവങ്ങളെ പാവങ്ങളെ സ്നേഹിക്കാൻ, അവരുമായി ചങ്ങാത്തം കൂടാൻ കൽപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് എന്നെക്കാളും താഴെയുള്ളവരെങ്കിലേക്ക് നോക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും എന്താണ് ഇന്ന് എല്ലാവർക്കും ടെൻഷനില്ല. എല്ലാവരും ജീവിതത്തിന്റെ കാര്യത്തിൽ ടെൻഷനില്ല, പരലോകത്തിന്റെ കാര്യത്തിലില്ല. ഖബറിൽ ഒറ്റക്ക് കിടക്കണം, മഹ്ശറുണ്ട്, നന്മതിന്മകൾ തൂക്കുന്ന തുലാസുണ്ട്, നന്മതിന്മകൾ എഴുതപ്പെട്ട കിതാബ് നൽകപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. അവിടെ നമുക്ക് കൂട്ടിനാരുമില്ല, അതിനെക്കുറിച്ച് ആർക്കും ടെൻഷനില്ല. അങ്ങനെ പരലോകത്തിനെ കുറിച്ച് ആരെങ്കിലും ടെൻഷൻ കാണിച്ചാൽ ദുനിയാവിന്റെ അവന്റെ വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കുമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ഇതൊക്കെ എല്ലാവരും ടെൻഷനിലെത്ത ദുനിയാവിന്റെ കാര്യത്തിൽ ടെൻഷൻ. എവിടെയാണ് ഈ ടെൻഷൻ വരുന്നത്? തങ്ങൾ പറഞ്ഞു, ഒരാൾ വലിയ ഭാഗ്യവാനാണ്. ആരാന്നറിയുന്നത്? ദിവസത്തിലും അന്നേക്ക് മതിയാകുന്ന ജീവിതത്തിന്റെ മതിയാകുന്ന തൊഴിൽ അവരിക്കൊണ്ട്. നാളത്തേക്കല്ല, അന്നന്ന് തൊഴിലെടുത്ത് ജീവിക്കുന്നവനാ. അന്നേക്കുള്ള ജീവിതത്തിന്റെ മതിയാകുന്ന തൊഴിൽ അവനിക്കൊണ്ട്. എന്നിട്ട് അതുകൊണ്ട് അവൻ തൃപ്തിപ്പെടാനുള്ള മനസ്സും അല്ലാഹു അവർക്ക് നൽകിയിട്ടുണ്ട്. അവനാണ് വലിയ ഭാഗ്യവാൻ. അല്ലാഹു തആല പറഞ്ഞില്ലേ, നിങ്ങളോട് ഞാൻ നാളത്തെ അമല് ചോദിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ നാളത്തെ റിസ്ക് എന്നോട് ചോദിക്കണ്ട. ഇന്നത്തെ അമലാണ് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദിക്കേണ്ടത് ഇന്നത്തെ റിസ്ക്. അപ്പൊ അതുകൊണ്ട് നമ്മളെക്കാൾ ദുനിയാവിന്റെ കാര്യത്തിൽ താഴ്ന്നവരിലേക്ക് എനിക്കൊരു ജോലിയുണ്ടെങ്കിൽ എന്നെക്കാളും ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ ഇവിടെ. എനിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ എത്ര പോലും സുഖമില്ലാത്ത ആളുകളുണ്ടല്ലോ ഇവിടെ. അങ്ങനെ എന്നെക്കാളും താഴ്ന്നവരിലേക്കാണ് ഞാൻ നോക്കേണ്ടത്, നേരെയുള്ളവരിലേക്ക് ഒരു കാര്യത്തിലും നോക്കേണ്ടതില്ല. അങ്ങനെ നമ്മൾക്കാൾ നേരെയുള്ളതിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് ടെൻഷൻ വരുന്നത്. ടെൻഷൻ കൊണ്ടാണ് ഇന്ന് പല രോഗത്തിന്റെയും അടിമകളായി പ്രധാനമായി വൈദ്യശാസ്ത്രം പല കാരണങ്ങളിലും ഒരു കാരണം പറയുന്നത് ഹാർട്ട് അറ്റാക്ക്, പ്രഷർ, ഷുഗർ, സ്ട്രോക്ക് എല്ലാം വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നെന്താ? മനുഷ്യന്റെ മനസ്സ് ക്ലിയറല്ല, മനസ്സിലെപ്പോഴും ടെൻഷനാ. ദുനിയാവിന്റെ കാര്യത്തിൽ ടെൻഷനാ. ഈ ടെൻഷൻ അടിച്ചത് കൊണ്ട് നമുക്ക് എന്ത് ലഭിക്കാനാ? കുറെ രോഗങ്ങൾ നാം വലിച്ചു കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് എന്നെക്കാളും താഴ്ന്നയുള്ളവരിലേക്ക് നോക്കുമ്പോ ഉള്ളത് കൊണ്ട് ഞാൻ തൃപ്തിപ്പെടും. അങ്ങനെ എന്റെ മനസ്സിന് സമാധാനം ലഭിക്കുമ്പോ എന്റെ ശരീരത്തിന് ആരോഗ്യം ലഭിക്കുന്നു, ശരീരത്തിന് വരുന്ന രോഗങ്ങൾ തടയുന്നുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ തഹജ്ജുദ് നിസ്കാരത്തിന് അതിലും ഒരു കാരണങ്ങൾ നിമിത്തങ്ങൾ പറയുന്ന ദുനിയാവിന്റെ നേട്ടം പരലോകത്തിന്റെ നേട്ടം ഞാൻ പറഞ്ഞു. അതിൽ കൂടെ വന്ന ശരീരത്തിന്റെ വരുന്ന രോഗങ്ങൾ അത് തടയും. ഈ പണ്ടൊക്കെ രോഗങ്ങളും പെട്ടെന്നുള്ള മരണങ്ങളും ഹാർട്ട് അറ്റാക്കുകളും ഇതൊന്നും കുറവായിരുന്നു. സഹാബത്തുകളുടെ കൂട്ടത്തിൽ ആരെങ്കിലും പെട്ടെന്ന് മരിച്ചതായി നാം കേട്ടിട്ടില്ല. അതുപോലെ മാരകമായ രോഗത്തിന് അടിപ്പെട്ടവരായി മഹാന്മാർ അതിൽ നാം കേട്ടിട്ടില്ല. എന്തുകൊണ്ട്? അവരൊന്നും ജീവിതത്തിൽ തഹജ്ജുദ് ഒഴിവാക്കുന്നവരായിരുന്നില്ല. അപ്പൊ തഹജ്ജുദ് പതിവാക്കി നമസ്കരിക്കുന്ന ആളുകൾക്ക് ശരീരത്തിന് വരുന്ന എല്ലാ രോഗങ്ങളെയും തടയുമെന്ന. അതുപോലെ നിസ്കാരം അത് കൂട്ടത്തിൽ പറയണമല്ലോ. നിസ്കാരം സ്വർഗത്തിന്റെ ഒരു കവാടമുണ്ട്. ഒരു കവാടത്തിന്റെ 8 കവാടം സ്വർഗത്തിനുണ്ട് എന്ന അതിലൊരു കവാടത്തിന്റെ പേര് കവാടം എന്ന. അത് പതിവായി നിസ്കരിക്കുന്ന ആളുകൾക്കുള്ളതാണ് പരലോകത്തെ കിട്ടുന്ന നേട്ടം. എങ്കില് ദുനിയാവിൽ പതിവായി നിസ്കരിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിച്ചത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടും അവർക്ക് ഏൽക്കുകയില്ല. പൊരിച്ചത് തിന്നുമ്പോ, ബിരിയാണി കഴിക്കുമ്പോ, നെയ് പിന്നെ പൊരിച്ചതും കാച്ചിയതും കഴിക്കുമ്പോ എന്താ കൊളസ്ട്രോൾ വന്നു പോകുന്നു, അല്ലെങ്കിൽ പ്രഷർ കൂടിപ്പോകുന്നു. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഭക്ഷണം മൂലം വരുന്നില്ലേ? അത് പതിവാക്കുന്ന ആളുകൾക്ക് വരികയില്ല എന്ന. അപ്പം ഒരിക്കൽ ചെയ്താൽ മാത്രം പോലെ പതിവാക്കിയിട്ട് കൊണ്ടുവരണം. അതുപോലെ നാം അതൊക്കെ ചെയ്യേണ്ടത്
ദുന്യവിഹായ നേട്ടത്തിന് വേണ്ടി ഒരിക്കലും ചെയ്യാൻ പാടില്ല. നാം ചെയ്യുമ്പോ ഇഖ്ലാസ് വേണം. എന്താ? അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയായിരിക്കണം, പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കണം എല്ലാ അമലുകളും ചെയ്യേണ്ടത്. ദുന്യാവിന്റെ നേട്ടം ഒരിക്കലും കാക്ഷിക്കാൻ പാടില്ല. പക്ഷെ ദുന്യാവിന്റെ നേട്ടങ്ങളൊക്കെ ഇത്തരം നേട്ടങ്ങൾ അതിലൂടെ കിട്ടുന്നുണ്ട് എന്നാണ്. മൂന്നാമത്തത് കുടുംബബന്ധം പുലർത്താൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. കുടുംബക്കാർ എത്ര എന്നിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടെങ്കിലും, അവരെന്നോട് ദേഷ്യപ്പെട്ടു പോകുന്നുണ്ടെങ്കിലും, അവരെന്നെ ചേർക്കാൻ വരുന്നില്ലെങ്കിലും, എത്ര മുറിക്കാൻ തന്നെയാണ് നോക്കുന്നുണ്ടെങ്കിലും അവരെ നാം ചേർക്കണം. അവരാണ് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, രണ്ട് കാര്യം ഇഷ്ടപ്പെടാത്ത ഒരാളും ഉണ്ടാവുകയില്ല ലോകത്ത്. അതേതാ? ഒന്ന് ദീർഘകാലം ജീവിക്കണം, പിന്നെ ജീവിക്കുന്ന കാലത്ത് പട്ടിണി കിടന്നുകൊണ്ട് ദാരിദ്ര്യത്തിലൂടെ വിഷമത്തിലൂടെ ജീവിക്കാൻ കഴിയില്ല. സുഭിക്ഷമായ ഭക്ഷണം ധരിക്കണം. ഭക്ഷണം വിശാലമാകുവാനും ആയുസ് ദീർഘിക്കുവാനും ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നബിതങ്ങൾ പറഞ്ഞതിന്റെ പൊരുൾ നോക്കണം. അത് ഇഷ്ടപ്പെടാത്ത ആള് ലോകത്ത് ആരും ഉണ്ടാവുകയില്ല. പെട്ടെന്ന് മരിക്കണമെന്ന് ആർക്കും ആഗ്രഹമില്ല. അത് ആഖിറത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളാണ് ആത്മഹത്യ ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ അല്ലാത്ത പരലോകത്ത് വിശ്വാസമുള്ള ആളുകൾക്കൊക്കെ കുറെ കാലം ഇവിടെ ജീവിക്കണം. ജീവിക്കുന്ന കാലത്തൊക്കെ സുഭിക്ഷമായ ഭക്ഷണം ധരിക്കണം. ഇത് ആഗ്രഹിച്ചുകൊണ്ടാണ്. ഇതിൽ ആഗ്രഹിക്കാത്ത ആളുകളില്ല. അങ്ങനെ ചെയ്യുന്നവരെ ആഗ്രഹിക്കുന്നവരെ അവൻ കുടുംബബന്ധം പുലർത്തട്ടെ. എന്താണ് കുടുംബബന്ധം? ആരെയും ലളിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. കുടുംബബന്ധം പുലർത്തുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് വിളിക്കുക, ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് പോകുക. അത് കുടുംബബന്ധം പുലർത്തലല്ല, അത് പകരം വീട്ടല. അത് നാം അന്യരോടും ചെയ്യും. അയൽവാസികളോടും നമ്മുടെ ചങ്ങാതിമാർ, നാട്ടുകാര് അവരെ നമ്മളെ ഭവനത്തിന് വിളിച്ചാൽ നമ്മുടെ വീട്ടിലുള്ള പരിപാടിക്ക് അവരെയും വിളിക്കും. അത് പകരം വീട്ടല്. അതല്ല കുടുംബക്കാരോട് ചെയ്യേണ്ടത്. കുടുംബക്കാർ എത്രമാത്രം നമ്മോട് കുറയ്ക്കുന്നുണ്ടോ അത്രയും കുടുംബബന്ധം നാം പുലർത്തിക്കൊണ്ടേയിരിക്കണം. ഇന്ന് എല്ലാവർക്കും അനുജനിക്ക് ജ്യേഷ്ഠനെ കണ്ടുകൂടാ, ജ്യേഷ്ഠനിക്ക് പെങ്ങളെ കണ്ടുകൂടാ, ഉപ്പയുടെ സഹോദരന്മാരെ കണ്ടുകൂടാ, ഉമ്മയുടെ സഹോദരന്മാരെ കണ്ടുകൂടാ. സ്വന്തം ഉമ്മയുടെ സ്വന്തം ഒരു ഉമ്മയുടെ പള്ളയിൽ ജനിച്ചതായ ജ്യേഷ്ഠനും മനുഷ്യനും അതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയയും പകയും വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം വെച്ചുകൊണ്ട് പിന്മാറി നിൽക്കുമ്പോൾ നാം ഒരിക്കലും അതിന്റെ വഴി വെച്ചു കൊടുക്കാൻ പാടില്ല. അവർ എത്ര മുറിക്കാൻ നോക്കിയാലും നാം ചേർക്കാൻ തന്നെ നോക്കണം. എങ്കില് ആണ് ഈ നാട്ടിൽ കിട്ടുക. മറ്റൊന്ന് അമറനി അല്ല അസ്അല ശൈഅൻ, ഞാൻ ഓർക്കുന്നു, അമറനി അല്ല അസ്അല ശൈഅൻ. പിന്നെ ഒരാളോടും ഈ യാചിക്കാൻ പരമാവധി ആരോടും ഒന്നും ചോദിക്കാതെ ജീവിക്കാൻ നമുക്ക് കഴിയണം. പിന്നെ പെട്ടെന്ന് ഞാൻ ഓർക്കുന്നു, അമറനി സത്യം പറയാൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലും കളവ് പറയാൻ പാടില്ല. അമറനി കളവ് പറയുമ്പോൾ മനുഷ്യന്റെ മുഖത്തിന്റെ കളവിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ചില ആളുടെ ഹോബിയാണല്ലോ കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഒരിക്കലും കളവ് പറയാൻ പാടില്ല. നബിതങ്ങൾ പറഞ്ഞതാണ്, കളവ് ഇങ്ങനെ പറയുമ്പോൾ മുഖത്തിന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന, മുഖത്തിന്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോകും, മുഖത്തിന്റെ പച്ചപ്പ് നഷ്ടപ്പെട്ടു പോകും, മുഖം കറുത്തിരുണ്ട് പോകുന്നതാണ് പതിവായിട്ട് കളവ് പറയല്. അതൊരു ഹോബിയാക്കരുത്. പിന്നെ കളവ് പറയൽ അനുവദനീയമായ 1-2 സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ ഒഴികെ അതൊന്ന് ഭാര്യക്ക് ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ, ഭർത്താവിന്റെ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ഉപയോഗിക്കാം. എന്തിനാ? കുടുംബബന്ധം വീട്ടിലില്ലാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ എന്താക്കാം? പിന്നെ നമ്മള് ചില ആളുകൾക്കൊക്കെ, പെണ്ണുങ്ങൾക്കൊക്കെ ചില ആളുകൾക്ക് പിന്നെ നാം കൊണ്ടുകൊടുത്തതൊക്കെ തൃപ്തിപ്പെടുന്നവരുണ്ടാവും. എല്ലാവരും അങ്ങനെ ആയിക്കോളണമെന്നില്ല. ആ അപ്പുറത്തതും ഇപ്പുറത്തതും അങ്ങോട്ടുള്ളതും ഇങ്ങോട്ടും നോക്കുന്ന പെണ്ണുങ്ങളുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം കൊണ്ടുകൊടുക്കുമ്പോൾ നല്ല മുന്തിയ വിലയുള്ള സാധനം ആയിരിക്കണം. അപ്പൊ ചിലപ്പോ ഒക്കെ ഇറച്ചിന് കൊടുക്ക് കാണിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കളവുകളൊക്കെ. അതെന്തിനാണ്? ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം അവർ നല്ല സന്തോഷത്തിലുണ്ടായിരിക്കണം. അതാണ് കുടുംബത്തിന്റെ ഐശ്വര്യം. പിന്നെ അമറനി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമറനി അല്ലാഹുവിന്റെ കാര്യത്തിൽ ഒരു ആക്ഷേപകന്റെയും ആക്ഷേപം ഭയപ്പെടാൻ പാടില്ല.
അതെന്താണ്? പിന്നെ ഒരു ഉദാഹരണം നമുക്ക് പറയാം. നമുക്കിപ്പോ ഭക്ഷണം കഴിക്കുമ്പോ വിരൽ നന്നായിട്ട് വിരൽ ഊമ്പണം, അതുപോലെ പ്ലേറ്റ് പഠിക്കണം. ഇത് നാം നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പാടില്ല. ലളിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണത്തിന്റെ ഏത് ഭാഗത്താണ് ബറക്കത്തുള്ളത് എന്നറിയില്ല. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ആ ഭക്ഷണത്തിൽ നമുക്ക് ലഭിക്കേണ്ട പോഷകങ്ങളൊക്കെ പിന്നെ ഒരുപക്ഷെ ലഭിച്ചിട്ടുണ്ട്. ആ ഭക്ഷണത്തിന്റെ ഒരു ഗുണം, ഭക്ഷണം കഴിച്ചാൽ നമ്മൾ ഊർജ്ജം ലഭിക്കാനാണല്ലോ ഭക്ഷണം കഴിക്കുന്നത്. ആ ഭക്ഷണത്തിന്റെ ഗുണം ഊർജ്ജം നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കാതിരിക്കുന്നത് അതിന്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. അത് ബറക്കത്ത് ചിലപ്പോൾ പ്ലേറ്റിൽ അവശിച്ചാണ് ബാക്കിയുണ്ടാവും, വിരലിൽ ബാക്കിയുണ്ടാവും, അല്ലെങ്കിൽ ഒരു കഷ്ടം താഴെ വീണ് പോയാൽ അത് നാം പെറുക്കിയെടുക്കൂല. അത് മറ്റുള്ളവരെത്തി വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടാ. ഇതാണ് ഒരു ആക്ഷേപത്തെയും ദീനിന്റെ കാര്യത്തിൽ ഭയപ്പെടാൻ പാടില്ല. തങ്ങൾ പറഞ്ഞത് വീരൽ ഊമ്പണം, പ്ലേറ്റ് പഠിക്കണം, താഴെ വീണ ഭക്ഷണം എടുത്തിട്ട് കഴിക്കണം എന്ന. അത് എപ്പോ 14 നൂറ്റാണ്ടുകൾക്കാണ് മുമ്പാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അന്ന് ഡൈനിങ് ടേബിളില്ല, വീണാൽ മൊസൈക്കും പിന്നെ ഈ ടൈൽസും മാർബിളും ഉള്ള ഭൂമിയല്ല അന്നത്തെ നിലം എന്ന് പറഞ്ഞാൽ മണലിലേക്ക് അല്ലെങ്കിൽ മണ്ണിലേക്കാണ് വീഴുന്നത്. ആ ഭക്ഷണത്തെ അത് പെറുക്കിയെടുത്തിട്ട് അതിലുള്ള മാലിന്യങ്ങളൊക്കെ കളഞ്ഞിട്ട് തിന്നാമെന്നാണ് പഠിപ്പിച്ചത്. അപ്പൊ ഇന്ന് പ്ലേറ്റ് ഒന്നും പോകണ്ട, ഡൈനിങ് ടേബിൾ അങ്ങനെ തന്നെ ഇട്ടിരിക്കുന്ന ഇന്നത്തെ ആ രൂപത്തിൽ അത്രയും അനുഗ്രഹത്തിലാണ് നാം ജീവിക്കുന്നത്. പിന്നെ 7 എന്ന വാക്കുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കാൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന. അത് അർശിന്റെ താഴ്ഭാഗത്തിലുള്ള നിധികളിൽപ്പെട്ട ഒരു നിധിയ. ഒരു അനിഷ്ടമായ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ പറയണം, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവുമില്ല എന്നാണ് എന്റെ ചുരുക്കം അർത്ഥം. അത് പറഞ്ഞുകൊണ്ടിരിക്കണം. അതുപോലെ നമുക്ക് സന്തോഷകരമായ കാര്യം കാണുമ്പോൾ, വലിയ വീട് കാണുമ്പോ, വലിയ കട കാണുമ്പോ, വലിയ പിന്നെ അനുഗ്രഹങ്ങൾ കാണുമ്പോ മാഷാ അല്ലാഹ് പറയണം. അത് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു നമ്മളെക്കാൾ മേലെയുള്ളത് കാണുമ്പോ നമുക്ക് പെട്ടെന്നൊരു അസൂയ തോന്നിപ്പോകുന്ന രൂപത്തില് അപ്പൊ എന്റെ കണ്ണേറ് തട്ടാതിരിക്കാനാണ് മാഷാ അല്ലാഹ് പറയണം എന്ന് പറയുന്നത്. മാഷാ അല്ലാഹ് എഴുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ നല്ലത് തന്നെയാ. അപ്പോ പിന്നെ എന്തിനാണത്? അത് നമ്മുടെ കണ്ണേറൊന്നും അവർക്ക് തട്ടിപ്പോകണ്ട, ആർക്കും നമ്മുടെ ഉപദ്രവം ഏറ്റുപോകണ്ട. അതാണ് ചെയ്യേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد اللهم الراحمين الملك الجبار. يا الله, ഞങ്ങളിൽ നിന്ന് വന്നുപോയ സർവ്വഭാവങ്ങളും നീ വിട്ടുകൊടുത്ത് മാപ്പ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ ഈ പറഞ്ഞതും കേട്ടതും നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന സൽക്കർമ്മമായി ഞങ്ങളിൽ നിന്ന് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ സഹോദരന്മാർ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളെ ഭക്ഷണം നൽകുന്നവർ, ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞ പലരും പല സ്ഥലങ്ങളിലുമുണ്ട് അല്ലാഹ്. അതുപോലെ ഞങ്ങളുടെ മശായിഖുമാർ, ഉസ്താദുമാർ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, എല്ലാവരുടെയും സർവ്വപാപങ്ങൾ നീ വിട്ടുപുറത്ത് മാപ്പ് ചെയ്യണേ അല്ലാഹ്. പരിശുദ്ധമായ ഈ മാസം ഞങ്ങൾക്കും അവർക്കും അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് റമദാനുകളെയും ഒരുപാട് ലൈലത്തുൽ ഖദ്ർ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് എൻ്റെ ആത്മസുഹൃത്താണ് ബഹുമാനപ്പെട്ട തങ്ങൾ അവരുകള്, ബഹുമാനപ്പെട്ട സയ്യിദാണ്, അവരുടെ ഭാര്യ അടുത്ത് വഫാത്തായി പോയി, അവരുടെ ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹു, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ലോക മുസ്ലിമീങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഫലസ്തീനിന്റെ മക്കളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും ലോക മുസ്ലിമീങ്ങളെ, ഇന്ത്യക്കാരായ ഞങ്ങളെ പ്രത്യേകിച്ച് നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ശത്രുക്കളെ കുതന്ത്രങ്ങളിൽ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ഭരണം ഞങ്ങളുടെ ശത്രുക്കളെ കയ്യിലേക്ക് ഇനിയും നീ ഏൽപ്പിക്കല്ല അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിക്കല്ല അല്ലാഹ്. അവരുടെ ഐക്യം നീ തകർക്കണേ അല്ലാഹ്. അല്ലാഹു, ഞങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങൾ പാപികളാണല്ലാഹ്, ഞങ്ങൾ ദോഷികളാണല്ലാഹ്, ഞങ്ങൾ ഖൈബാത്തല്ല അല്ലാഹ്. ഞങ്ങൾക്ക് ചോദിക്കാൻ ബോർഡിലായില്ല അല്ലാഹ്. ഞങ്ങൾ ദോഷികളാണ്, ഞങ്ങൾ പാപികളാണെങ്കിലും നിന്റെ മുമ്പിലല്ലാതെ നിന്റെ ഖൽഖിന്റെ സൃഷ്ടികളെ മുമ്പിൽ ഞങ്ങൾ സുജൂദ് ചെയ്തിട്ടില്ല അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ്, മുഹമ്മദ് റസൂലുള്ളാഹി എന്ന
കലിമത്ത് തൗഹീദ് ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ് അല്ലാഹ്. അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളിലെ രോഗികൾക്ക് പരിപൂർണ്ണ ശിഫാ നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. രോഗങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും ഞങ്ങളെയും ഈ പറയപ്പെട്ട എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഖൈറും ബർക്കത്തും ഏറ്റിത്തരണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാഹ്. ഉള്ള ജോലിയിലും ബിസിനസ്സിലും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഈ പറയപ്പെട്ട എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഭാര്യന്മാരിൽ സന്താനങ്ങളിൽ വീടുകളിൽ ബിസിനസ്സുകളിൽ ഞങ്ങളുടെ വാഹനങ്ങളിൽ ഞങ്ങളെല്ലാ പ്രവർത്തനങ്ങളിലും നീ ഖൈറും ബർക്കത്തും ഏറ്റിത്തരണേ അല്ലാഹ്. ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അതുപോലെ നമ്മുടെ മക്കള് ഇവിടെ ഇരിക്കുന്ന മക്കള് ഒരുപാട് പരീക്ഷകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നവരാണ്. കുറെ പരീക്ഷകൾ എഴുതിയതുണ്ട്. മദ്രസയുണ്ട്, സ്കൂളുണ്ട്, കോളേജുണ്ട്. എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകണേ അല്ലാഹ്. ഉന്നതമായ മാർക്കുകൾ നൽകണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സാലിഹ്യങ്ങളായ മക്കളെ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.